ബസ്സിനകത്ത് 52 സീറ്റാണ് ഉള്ളത്. 55 പേര് കയറിയാൽ മതി. 3 പേരുടെ നീതി നമുക്ക് ആഷുർ ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനകത്ത് ആരോഗ്യമുള്ള ആൾക്കാർ എണ്ണീറ്റ് നിന്നിട്ട് മറ്റവരെ ഇരുത്താൻ പറ്റും, അത്രേ പറ്റൂ. അപ്പോഴും നമുക്ക് ഒരിക്കലും ചെയ്യാനൊക്കത്തില്ല ഫ്രണ്ട് സീറ്റിൽ എല്ലാവർക്കും ഇരിക്കണമെന്നുള്ളത്. പുറകിലത്തെ സീറ്റിൽ ആരെങ്കിലും ഇരുന്നേ പറ്റും. അപ്പൊ അങ്ങനെ അങ്ങോട്ട് നീതി ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പൊ എല്ലാവർക്കും അറിയാം റൊട്ടേഷൻ ബേസിസിൽ നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞും ഇരുന്നെന്ന് വെച്ചു. അപ്പോഴും ജനലിന്റെ സീറ്റ് കിട്ടാൻ പാടാ, വളരെ പാടായത്. നമ്മൾ ഈ ചെയ്യാതിരിക്കാമെങ്കിൽ നമുക്ക് നല്ല മോച്ചല്ലയോ, എല്ലാവർക്കും ശരി അറിഞ്ഞൂടെ. വേറെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയുമ്പോൾ കറക്റ്റാണ്, നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ പറ്റും. നമ്മളത് ഇങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ നീതി ലോകത്തോടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കടുവായ്ക്കും മാനങ്ങൾ അവിടെ നെഗോഷിയേഷൻ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ തുല്യർ എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, സമാനമായ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് നമുക്ക് സാധ്യമായ നീതി ഉറപ്പാക്കാൻ പറ്റുമോ? ഇത്രേ പറ്റും. അത് ഞാൻ എന്നും കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ പറഞ്ഞില്ല, രാഷ്ട്രീയക്കാരെ മുഴുവൻ എല്ലാവരും ചീത്ത പറയും. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും രാഷ്ട്രീയക്കാരനായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. എനിക്കറിയാം നടക്കുന്ന കാര്യം നമ്മൾ വിചാരിക്കുന്ന സ്ഥലമുണ്ട്, അതിനകത്തൊക്കെ കള്ളത്തരമുണ്ട്, അല്ലെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ ചെയ്യണമെന്ന് ആലോചിക്കുന്ന ആളുടെ കാര്യമാണ്. അപ്പോഴും നമ്മൾ ഈ പറയുന്ന തരത്തിൽ മുൻഗണനയും പിൻഗണനയും എല്ലാം ഉണ്ടാവും. ക്യൂ നിർത്തിയാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിന് നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ അത് എന്താണ്, ടിക്കറ്റ് സിനിമാ ടിക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ് തീരുന്നത് വരെ കൊടുക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളിന് എന്ത് ചെയ്യും? അയാൾ അത്രയും നേരം നിന്നല്ലേ, എല്ലാം ശരിയാണ്, കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് ക്യൂ നിൽക്കുമ്പോൾ എന്താണ്, ആശുപത്രിയിലാണ് ക്യൂ നിൽക്കുന്നെങ്കിലോ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവനെ പുറകെ നിന്ന് അവൻ വീണങ്ങ് ചാകും. ക്യൂ നിന്ന് അങ്ങ് എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ പോയതാണ്. അപ്പോൾ സംവരണത്തിൻ്റെ യുക്തികൾ വരും. അപ്പോൾ ഇത്രയും രോഗങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ ബാധ്യത വരും. അപ്പോൾ ക്യൂ നിർത്തുന്നതിനകത്ത് വിവേചനത്തോടുള്ളതാണ് ശരി. ഇതാണെന്ന് കാണേണ്ടത്. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ക്യൂ ശരിയാണെന്ന് തോന്നി. ക്യൂ തന്നെ എത്ര തരത്തിൽ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഗർഭിണി ആയിരിക്കുന്ന സ്ത്രീയെ നിർത്തുന്നതിൻ്റെ പ്രശ്നം നമ്മൾ എടുക്കേണ്ടി വരും. കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളെ നോക്കേണ്ടി വരും. എത്ര കൊച്ചിനെ ഉണ്ടാക്കിയാലും ഒരു കുഞ്ഞിനെ പോലും എടുക്കാത്ത പുരുഷന്മാർക്ക് എങ്ങനെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വിവേചനം മുഴുവൻ ചെയ്യാൻ ബാധ്യത വരും. ആളുകൾ എപ്പോഴും പറയും ഈ സ്ത്രീകൾക്ക് എന്തിനാണ് ഈ ബസ്സിനകത്ത് സംവരണം വയ്ക്കുന്നത്? വേറെ ഒരു കാരണമില്ല, കുട്ടിയായിട്ട് അവർ യാത്ര ചെയ്യുന്നുള്ളത് കൊണ്ട് മാത്രം. കുട്ടികളുമായിട്ട് വരുന്നത് സ്ത്രീകളെ ഉള്ളെന്ന് അറിയുന്നത് കൊണ്ടാണ് സംവരണ സീറ്റ്. മറ്റത് ജനറൽ സീറ്റാ, പുരുഷന്മാരുടെ സീറ്റല്ല. പക്ഷെ എല്ലാവരുടെയും വിചാരം സ്ത്രീകളുടെ സീറ്റും പുരുഷന്മാരുടെ സീറ്റും എന്നാണ് വിചാരിക്കുന്നത്. സംവരണ സീറ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകൾക്കുള്ളതാണ്. അത് മറ്റ് സ്ത്രീകൾക്ക് പറഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നത് അവർക്കങ്ങ് ഇരിക്കാനൊക്കെ, അങ്ങനെയല്ലത്. ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ വിവേചനങ്ങൾ എങ്ങനെയാണ് സമത്വത്തിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുന്നു എന്നുള്ള കാര്യം അറിയാമെങ്കിൽ ഈ പറയുന്ന നിലവാരത്തിൽ സാധ്യമായ, ഞാൻ ഈ സാധ്യമായതെന്നുള്ള വാക്കേ ഇപ്പോൾ ഉപയോഗിക്കത്തുള്ളൂ, അത് എത്രത്തോളം നമുക്ക് ഗിവൺ ഇൻഫർമേഷൻ അതും അങ്ങനെയാണ്. ഈ നിമിഷം നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവിനകത്ത് മാത്രമേ ആ ശരിയുമ്പോഴുള്ളൂ. കുറെ നാൾ കഴിയുമ്പോൾ വേറെ വേറെ സാധ്യതകളും ശരികളും ഉണ്ട്. നമുക്ക് സെൽഫോണൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരാളെ അറിയിക്കുക എന്ന് പറയുന്നതൊക്കെ എളുപ്പമായി. അപ്പം നമുക്ക് ഈ തരത്തിലുള്ള നീതി എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള മെക്കാനിസങ്ങൾ വ്യത്യാസം. ആ സമയത്തും നമുക്ക് ആ നിലവാരത്തിൽ ഇപ്പോൾ ഇന്റർനെറ്റൊക്കെ വന്ന് ഇൻഫർമേഷൻ, ഇപ്പോൾ എന്താണ് ഇലക്ഷന് നിർത്തുന്ന ആൾക്കാർ 5 വർഷത്തേക്ക് നമ്മൾ എടുക്കും. അവർ പോയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും നമുക്ക് യോജിക്കുന്നില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയാനായിട്ട് ഇന്ന് ഒരു പാടുമില്ല. എല്ലാ ആൾക്കാർക്കും ഇന്റർനെറ്റ് ഉള്ളവരാണ്, ഫോണുണ്ട്. അവരോടൊത്തൊന്ന് ചോദിച്ചാൽ പോരെ ഇങ്ങനൊരു നിയമം ഞങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എൻ്റെ അഭിപ്രായം എന്താണെന്ന് മുഴുവൻ വോട്ടേഴ്സിനോടും ചോദിക്കരുതോ? അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് അയാളുടെ യഥാർത്ഥത്തിൽ പ്രതിനിധിയായിട്ട് പെരുമാറാൻ പറ്റും. ഒരു MLA ക്ക് MP ക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അയാൾ നിയമസഭകളിലെ പാർലമെന്റിലോ എവിടെയാണോ അയാളിരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് അയാൾക്ക് പറയാം, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര ലക്ഷം മനുഷ്യരുണ്ട്, ഇത്രയും പേരോട് ഞാൻ ചോദിച്ചു ഈ അഭിപ്രായത്തിൽ ഇതിനെ പറ്റിയുള്ള കാര്യം.
ഇൻഫോംഡ് ആണിത് എന്ന് പറയുമ്പോൾ ഈ വോട്ടിട്ടവർക്ക് മുഴുവൻ ഈ വിഷയത്തിനെ പറ്റി വിവരം ഉണ്ടാകും എന്നുള്ളതിന് വലിയ ധാരണയുണ്ടോ? അത് നമുക്ക് ഉടനെ ഇൻഷുറൻസ് ചെയ്യാൻ യാതൊരു അക്കാര്യവും ഇല്ല. പാവം പിടിച്ചൊരു വല്യമ്മയോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോഴാണ് നമ്മൾ ജനാധിപത്യം എത്ര പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ അറിഞ്ഞു. പെട്ടെന്ന് അതും നടക്കത്തില്ല. എങ്കിലും ഒന്ന് ചോദിച്ച് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അത് മിനിമം ചെയ്യാവുന്ന. അപ്പം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് ഉള്ള തീരുമാനം എടുക്കാം. ഇനി നമുക്ക് അഭിപ്രായ വ്യത്യാസം പറയുകയാണ്, നിങ്ങൾ ഇതിനെതിരായിട്ടാണ് അവിടെ വോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വോട്ട് പിൻവലിക്കുകയാണ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലൊക്കെ ഉള്ള എക്സസൈസസ് ഒക്കെ ഡെമോക്രസിയിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. എനിക്കൊരു 1000 കാര്യങ്ങളുണ്ട് ഈ ഡെമോക്രസിയൊക്കെ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ളതിനകത്തൊക്കെ നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതാണ്. ആളുകളുടെ വിചാരം ഈ ചെയ്തിരിക്കുന്ന വോട്ട് കഴിഞ്ഞു എന്നുള്ള നിലവാരത്തിലാണ്. അതൊക്കെ ഇതുപോലെ മാറ്റേണ്ടതാണ്. എത്ര കാര്യങ്ങൾ മാറ്റേണ്ടത്. അതിപ്പോ അധികാരത്തിലിരിക്കുന്നവരെ ആലോചിച്ച് നോക്കി അവർക്ക് മാറ്റണമെന്ന് ആലോചിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ആ നിലവാരത്തിലുള്ള സൂക്ഷ്മജ്ഞാനങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ പൊതു സമ്മതി ഉണ്ടാക്കി അതിനനുസരിച്ചിട്ടുള്ള വോട്ടേഴ്സിനെ ഉണ്ടാക്കി ആ വോട്ടേഴ്സ് പ്രതിനിധി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അത് നല്ല പണിയാണ്. നമുക്കൊക്കെ ഇഷ്ടംപോലെ പണിയുണ്ട്. ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ വെള്ളത്തിലെ വരവ് പോലെയുള്ള പണികളാണ് കൂടുതൽ. ആഴത്തിലത് വരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും. ജനാധിപത്യം എന്നൊക്കെ പറയുന്നതിന് 100-300 വർഷമൊക്കെ ആയിട്ടുള്ളൂ മനുഷ്യരുടെ ഒരു സമൂഹത്തിനകത്തൊരു അറിവെന്നുള്ള നിലവാരത്തിൽ തന്നെ വന്നിട്ടുള്ളത്. ഫ്രഞ്ച് റവല്യൂഷനൊക്കെ തൊട്ട് മുമ്പ് അത് തന്നെ രാജാവിനെ ഇരുത്തിയിട്ട് പാർലമെന്റ് ഉണ്ടാക്കുന്ന യുക്തി ഇംഗ്ലണ്ടിലുണ്ടായത്. അതിനുശേഷമാണ് നമ്മൾ ഈ തുല്യതയെ പറ്റിയൊക്കെയുള്ള സങ്കല്പമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ തന്നെ സ്ത്രീകളുടെ വോട്ടായിട്ട് മാറുന്നതൊക്കെ എത്ര നാളായി? 1930-കളിലാണ് ഇംഗ്ലണ്ടിലൊക്കെ വരുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് നോക്കിയാൽ 100 വർഷമായിട്ട്. അപ്പൊ ആ തരത്തിലൊക്കെയുള്ള ആളുകളുടെ ബോധ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ഓരോ കാര്യത്തിനകത്തും ഇങ്ങനെ വിടർത്തി എടുക്കണം. അപ്പം ഡീപ്പനിങ് ഡെമോക്രസി എന്ന് നമ്മൾ പറയും ജനാധിപത്യത്തിൻ്റെ. അപ്പോൾ അത് വ്യക്തി ജീവിതത്തിനകത്ത് തുടങ്ങി കുഞ്ഞുങ്ങളെ വളർത്തുന്നിടത്ത് തൊട്ട് ഓരോ കാര്യത്തിനകത്തും ഈ ഡീപ്പനിങ് ഡെമോക്രസി എന്ന് പറയുന്ന സാധനത്തിൻ്റെ മേളിലുള്ള എക്സസൈസസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഈ ഡീപ്പനിങ് ഡെമോക്രസിയാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അത് ശരിക്കും അതിൻ്റെ ഓരോ ഇതായിട്ട് പരിശോധിക്കുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ക്രിട്ടിക്കൊക്കെ നമ്മൾ എടുക്കാം. ഇപ്പോൾ പലരും പറയുന്നുണ്ട് നിങ്ങൾ ധൃതി പിടിപ്പിക്കുകയാണ്. ഒരു വശം ശരിയാണ്. ചില സമയത്ത് ആൾക്കാർക്കൊരു ഷോക്കിംഗ് ആയിട്ടൊരു കാര്യം അറിയുമ്പോഴാണ് ആളുകൾ റിഫ്ലക്റ്റ് ചെയ്തു പോലും, അല്ലെങ്കിൽ ആളുകൾ എടുക്കത്തേ ഇല്ല. അപ്പം അത് കാരണം കൊണ്ട് പല എക്സസൈസസിൻ്റെ ആകെയുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. ഒരാൾ കൃത്യമായിട്ട് എല്ലാ ശരികളും പ്രാക്ടീസ് ചെയ്ത് ജീവിച്ച് ചത്തുപോകും എന്നുള്ളതിൽ തന്നെ ഇരിക്കുന്ന അങ്ങനില്ല.